നമസ്കാരം. കേരള സർവകലാശാലയിൽ ഓൺലൈൻ പ്രഭാഷണം നടത്തിയതിന് വിദേശിക്ക് നൽകേണ്ടിയിരുന്നത് 20,000 ഇന്ത്യൻ രൂപയായിരുന്നു. എന്നാൽ നൽകിയത് 20,000 US ഡോളറും. ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രം ഡയറക്ടർക്ക് പറ്റിയ ഈ അമളിക്ക് ഡയറക്ടർ തന്നെ ഉത്തരവാദിത്തം വഹിക്കണമെന്നാണ് സർവകലാശാല കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ 20,000 US ഡോളർ ആയി നൽകിയതിൽ സർവകലാശാലയ്ക്ക് നഷ്ടം വന്ന 17 ലക്ഷം രൂപ ഡയറക്ടർ തന്നെ നൽകേണ്ടി വരും. ഇത് സംബന്ധിച്ച് കേരള VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ഇതോടെ ഡയറക്ടർ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. 17 ലക്ഷം രൂപ ഡയറക്ടർക്ക് സ്വന്തം കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് മറച്ചുവെച്ചിരുന്ന ഈ ഡോളർ തട്ടിപ്പ് പുറത്തറിഞ്ഞത്. ഇതോടെയാണ് നടപടി വന്നതും. ലാറ്റിൻ അമേരിക്കൻ പഠനകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഗിരീഷ് കുമാറാണ് വെട്ടിലായത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സഹായത്തോടെ 3 വർഷമായി മൂടിവെച്ച കാര്യമാണ് VC ഇടപെട്ട് പൊളിച്ചത്. ഉത്തരവ് ഇറക്കിയതിനാൽ ഗിരീഷ് കുമാർ 17 ലക്ഷം രൂപയും നൽകേണ്ടി വരും. ഓൺലൈൻ പ്രഭാഷണം നടത്തിയതിന് നൽകേണ്ടത് 230 US ഡോളറാണ്. എന്നാൽ ബാങ്ക് കൈമാറിയത് 20,000 ഡോളറും. സംഭവം മനസ്സിലായെങ്കിലും ഇത് മൂടിവെക്കുകയായിരുന്നു. വിദേശത്ത് ബന്ധപ്പെട്ട് തുക തിരികെ പിടിക്കുകയൊന്നും നടപ്പുള്ള കാര്യവുമായിരുന്നില്ല. യൂണിവേഴ്സിറ്റി അക്കൗണ്ടുള്ള SBI കാര്യവട്ടം ശാഖാ മാനേജർ ടെക്നോ പാർക്കിലെ ബാങ്കിന്റെ തേജസ്വിനി ബ്രാഞ്ച് മുഖേനയാണ് ബാങ്ക് ഓഫ് അമേരിക്ക വഴി കൺസൾട്ടന്റിന് 20,000 ഡോളർ, അതായത് ഏകദേശം 17 ലക്ഷം ഇന്ത്യൻ രൂപ കൈമാറിയത്. ഇതിനെതിരെ ഗിരീഷ് കുമാർ ബാങ്കിംഗ് ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു. എന്നാൽ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നിശ്ചിത ഫോറത്തിൽ 20,000 രൂപയ്ക്ക് പകരം 20,000 US ഡോളർ എന്നാണ് രേഖപ്പെടുത്തിയതെന്നും ബാങ്കിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും ബാങ്ക് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് ഉത്തരവാദിത്തം ഗിരീഷ് കുമാറിന്റെ തലയിൽ വന്നത്. ഭീമമായ തുക സർവകലാശാലയ്ക്ക് നഷ്ടപ്പെട്ടത് ഗിരീഷ് കുമാർ സർവകലാശാലയെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ പഠന കൈമാറ്റത്തിന്റെ മറവിൽ ബ്രസീൽ സന്ദർശിക്കവേ ഡോളർ കൈപ്പറ്റിയ കൺസൾട്ടന്റിനെ ഗിരീഷ് കുമാർ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചെങ്കിലും തുക തിരികെ ലഭിച്ചില്ല. സർവകലാശാലയുടെ അനുമതി കൂടാതെ ഒരു വിദേശ പൗരന് നേരിട്ട് തുക കൈമാറിയത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. കേരളവും ലാറ്റിൻ അമേരിക്കയും തമ്മിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വിഷയങ്ങളിൽ സമാനതകളുള്ള പഠനവും ഗവേഷണവും നടത്തുന്നതിനും കേരളവും ലാറ്റിൻ അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള സർവകലാശാല ലാറ്റിൻ അമേരിക്കൻ പഠനകേന്ദ്രത്തിന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ മുൻകൈയെടുത്ത് 2 കോടി രൂപ പ്രത്യേക പദ്ധതി ഗ്രാന്റായി 2022-23 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ വകകൊള്ളിച്ചിരുന്നു. പ്രസ്തുത ഫണ്ടിൽ നിന്നാണ് ഈ തുക നഷ്ടപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തയച്ച പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള മുഖ്യമന്ത്രിക്കും കേരള VCക്കും നിവേദനം നൽകിയിട്ടുമുണ്ട്.